മഹാഭാരതം എപ്പിസോഡ് 8 എല്ലാ ശ്രോതാക്കൾക്കും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ആർ കെ നാരായണൻ്റെ മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ എല്ലാ ദിവസവും കുറച്ചായിട്ട് ഈ കഥയെ നമ്മൾ വായിക്കുകയും സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരികയും ചെയ്യുന്നു. ഇത് അച്ഛനും മകനും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. ഞാൻ അവന് ഈ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇത് കേട്ടുകൊണ്ട് ദിവസം ഉറങ്ങുകയാണ്. ആദ്യത്തെ 2 ചാപ്റ്റർ കഴിഞ്ഞു. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ദ എയ്ത്ത് ബേബി. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് എൻ്റർ ദി പ്ലേയേഴ്സ്. ഇന്ന് നമ്മൾ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് തുടങ്ങുകയാണ്. 3-ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഹൗസ് ഓഫ് ജോയ് and ashes. House of joy and ashes. അപ്പോൾ ഈ 3-ാമത്തെ ചാപ്റ്ററിലെ കഥ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പഴയ ഇതുവരെ എവിടെ എത്തി എന്നുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലെ ദ എയ്ത്ത് ബേബിയിലെ ശന്തനു മഹാരാജാവിൽ നിന്നാണ് കഥ തുടങ്ങിയത്. ഭീഷ്മാചാര്യരുടെ ജനനം, അത് കഴിഞ്ഞിട്ട് ചിത്രാംഗതനും വിചിത്രവീര്യനും ജനനം, അത് കഴിഞ്ഞ് അംബാലികേനെ കല്യാണം കഴിക്കുന്നതും ധൃതരാഷ്ട്രവും പാണ്ഡവും വിതുരനും ജനിക്കുന്നതുമായിട്ടുള്ളതാണ് ആദ്യത്തെ ചാപ്റ്ററിൽ. 2-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ദ്രോണാചാര്യരായ ഗുരു വരുന്നു. ഗുരു പാണ്ഡവൻ്റെ 5 മക്കളായ പഞ്ചപാണ്ഡവന്മാരെയും ധൃതരാഷ്ട്രയുടെ 100 മക്കളെ നമ്മൾ ദ്രോണാചാര്യർ പരിശീലിപ്പിക്കുന്നതായും ദ്രോണാചാര്യരുടെ ഗുരുദക്ഷിണയായിട്ട് ദ്രുപദനെ കീഴടക്കിക്കൊണ്ടുവരുന്നതായിട്ടും നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ ഇടയിൽ ഇനിയൊരു പോയിൻ്റ് ഉണ്ട്. അതായത് കർണനും ദുര്യോധനനും തമ്മിലുള്ള സൗഹൃദവും നമ്മളിതിന് 2-ാമത്തെ ചാപ്റ്ററായ എൻ്റർ ദി പ്ലേയേഴ്സ് എന്നുള്ളതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഹൗസ് ഓഫ് ജോയ് ആൻഡ് ആഷസ്. അങ്ങനെ കാലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ധൃതരാഷ്ട്രക്ക് യുധിഷ്ഠിരനെ വലിയ ഇഷ്ടമായിരുന്നു. ധർമ്മപുത്രനെ അടുത്ത രാജാവായിട്ട് ധൃതരാഷ്ട്ര പ്രഖ്യാപിക്കുകയാണ്. Dhritarashtra, in excess of affection for his nephews, announced Yudhishthira as his heir apparent and immediately he regretted it. കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മക്കളുണ്ടല്ലോ, ദുര്യോധനൻ ദുശാസനൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് യുധിഷ്ഠിരനെ രാജാവാകാൻ പറ്റുക? The heir apparent and his brothers appeared to take their roles too earnestly. The brothers together and separately led expeditions around the neighboring kingdoms, conquered territories and expanded the empire of Kurus. കുരുവംശം എന്നാണ് നമ്മളിതിനെക്കുറിച്ച് പറയുന്നത്. കുരുവംശത്തിലാണ് നമ്മൾ ശന്തനുവിൻ്റെ കഥയിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ കുരുവംശത്തിൻ്റെ ഇതാക്കാൻ വേണ്ടി, പേര് പ്രശസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവർ അടുത്തുള്ള രാജ്യങ്ങളൊക്കെ കീഴടക്കി വളരെ നല്ല കഴിവുള്ള രാജാക്കന്മാരും വളരെ പ്രഗത്ഭരായും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ജനങ്ങൾക്കിടയിലും ഇവിടെയൊക്കെ. ഇപ്പോൾ സാധാരണ പണ്ടത്തെ ആൾക്കാർ എപ്പോഴും സംസാരിക്കുന്ന പോലെ ധൃതരാഷ്ട്രൻ തന്നെ നല്ലൊരു രാജാവായിരുന്നു. അപ്പോൾ ധൃതരാഷ്ട്രക്ക് തൻ്റെ പ്രജകളെക്കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളത് അറിയണമല്ലോ. അതായത് നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്നെ പറ്റി എന്താ പറയണതെന്ന് അന്വേഷിക്കാനാണ് ധൃതരാഷ്ട്രൻ അടുത്ത പരിപാടി നടത്തുന്നത്. അപ്പോൾ വാട്ട് ആർ പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഒരു നല്ല രാജാവിൻ്റെ കഴിവുകളിലൊന്നാണ് തൻ്റെ പ്രജകൾ തന്നെക്കുറിച്ച് എന്താ പറയണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിനകത്ത് കുറച്ച് സ്പൈസിനെ ഏർപ്പാടാക്കും. സ്പൈസ് എന്ന് പറയുന്നത് ചാരന്മാരാണ് കേട്ടോ. സ്പൈ എന്ന് മലയാളത്തിൽ പറയുന്നത് ചാരന്മാരാണ്. ചാരന്മാരാരാന്നറിയോ കുട്ടിക്ക്? ഇല്ല. ചാരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു കാര്യം അവിടെ പോയി പറയാ. അവിടെ നിന്ന് അങ്ങനെ രാജാവിന് വേണ്ടി രാജാവിൻ്റെ ആൾക്കാരുടെ ഇടയിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, രാജാവിനെ പറ്റി കുറ്റം പറയുന്നുണ്ടോ ദോഷം പറയുന്നുണ്ടോ എന്നൊക്കെ നേരിട്ട് രാജാവ് ചോദിച്ചാൽ അവരിത് പറഞ്ഞു തരില്ലല്ലോ. അപ്പോൾ ഈ ചാരന്മാരെ ഇതിനു വേണ്ടിയാണ് നിയമിക്കുന്നത്. ചാരന്മാരെന്ത് ചെയ്യും? അവിടെ പോയി നാട്ടിനിടയിലും ഉണ്ടാകാതെ ഇങ്ങനെ സാധാരണക്കാരെ പോലെയൊക്കെ നടന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കും, ഇയാളിതാ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആളിങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ. അതിനെയാണ് ചാരന്മാരെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ സ്പൈസ് എന്നും പറയുന്നത്. സ്പൈസ് ആരെന്ന് മനസ്സിലായോ? ചാരന്മാരാരെന്ന് മനസ്സിലായോ? അങ്ങനെ രാജാവിന് കുറേ ചാരന്മാരുണ്ട്. അപ്പോൾ ചാരന്മാരോട് രാജാവ് ചോദിച്ചു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, നാട്ടിൽ നമ്മളെ രാജ്യഭരണത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്, ആൾക്കാർക്കൊക്കെ രാജാവിന് ഭയങ്കര ഇഷ്ടമാണോ, എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചാരന്മാർ നാട്ടുകാരുടെ ഇടയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ പോയിട്ട് പതുക്കെ ഓരോ ദിക്കിലും ഈ ചന്തയൊക്കെ ഉണ്ട്. പണ്ട് ചന്ത എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമില്ല, അതിനാണ് ചന്ത എന്ന് പറയുക. ഈ ചന്തയിലൊക്കെ പോയിട്ട് ആൾക്കാർ എന്തൊക്കെ സംസാരിക്കണമെന്നൊക്കെ ചോർത്തി കൊണ്ടുവരികയാണ് കേട്ടോ. കുട്ടാ ഉറങ്ങിയോ? കഥ കേൾക്കുന്നുണ്ടോ? അപ്പൊ ചാരന്മാർ പോയിട്ട് വന്നപ്പോ എന്താ പറയണേ? അർജുനന്റെ വീരകഥകളും ഭീമന്റെ ശക്തിയും യുധിഷ്ഠിരന്റെ മഹത്വവും ഒക്കെയാണ് ആൾക്കാർ പറയാൻ തുടങ്ങുന്നത്. ആർക്കും ദുര്യോധനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇവരൊക്കെയാണ് ഏറ്റവും കഴിവുള്ള ആൾക്കാരായിട്ട് അറിയപ്പെടുന്നത്. ദുര്യോധനനും ദുശാസനനും അവരുടെ അവരുടെ അനുജന്മാരെയൊന്നും പറ്റി അധികം സംസാരമില്ല. കൂടുതൽ സംസാരം ആരെ പറ്റിയാണ്? വില്ലാളി വീരനായ അർജുനനും അർജുനൻ്റെ കഴിവുകളും അർജുനൻ്റെ ഇതും എല്ലാം കുറിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. അത് കഴിഞ്ഞാൽ ആരാണ്? ഭീമസേനൻ്റെ ശക്തിയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യുധിഷ്ഠിരൻ്റെ കഴിവുകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ധൃതരാഷ്ട്രൻ അതുകൊണ്ടാണ് ആദ്യം യുധിഷ്ഠിരനെ അടുത്ത രാജാവായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിന്നെ അത് വേണ്ട, അയ്യോ നമുക്ക് എന്താ ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നലിലേക്ക് എത്തിയത്. അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും അടുത്ത ധൃതരാഷ്ട്രക്ക് ഏറ്റവും അടുത്ത ഒരു മന്ത്രി ഉണ്ടായിരുന്നേ. ഈ മന്ത്രിനെ വിളിച്ചിട്ട് വെറുതെ ഇങ്ങനെ രഹസ്യമായിട്ട് ചോദിച്ചു. ആരാ ചോദിക്കണേ? ധൃതരാഷ്ട്ര. ഈ പാണ്ഡുവിൻ്റെ മക്കൾ വളരെയധികം പ്രഗത്ഭരാകുന്നുണ്ടല്ലോ, അവർ ബാക്കിയുള്ളവരെയൊക്കെ വളരെ എന്താ പറയുക ചെറുതായിട്ടുണ്ടല്ലോ, അവർ വലിയ ആൾക്കാരായിട്ടുണ്ടല്ലോ, അവർ കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, അവർക്ക് രാജ്യം ഭരിക്കാൻ കൂടുതൽ കഴിവുകൾ ഉണ്ടാവുമല്ലോ. എനിക്കിതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു കഷ്ടം തോന്നുന്നു, എനിക്കത്ര സന്തോഷമില്ല ഇതിനെക്കുറിച്ച്. എൻ്റെ മക്കളും എൻ്റെ അനുജൻ്റെ മക്കളും രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള ശിക്ഷണമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ചോദിക്കും. ആരോടാ ചോദിക്കണേ? മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ് കേട്ടോ. മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ മകനെക്കാട്ടിലും എൻ്റെ സ്വന്തം മക്കളെക്കാട്ടിലും പാണ്ഡുവിൻ്റെ മക്കൾ വളരെ പ്രഗത്ഭരായി വരികയാണല്ലോ, അവർക്ക് കൂടുതൽ കഴിവുകൾ വരുന്നുണ്ടല്ലോ എന്ന് ധൃതരാഷ്ട്രൻ ചോദിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായ ഹൗസ് ഓഫ് ജോയ് ഇൻ ആഷസിൻ്റെ ഉദ്ഘാടനം നടത്തി എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഥ തുടങ്ങി വെച്ചു കേട്ടോ. ഈ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.